ആര്യ ചൂരൽമലയിൽ നിർമ്മിക്കുന്ന ബെയിലി പാലം, ആ പാലത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇനിയൊരു തള്ളുകൂടി തള്ളിയാൽ എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഭാഗവും അതിന്റെ ഫ്രെയിമൊക്കെ പൂർണ്ണമായിട്ടുണ്ട്. അതിന്റെ ഇരുവശങ്ങളിലുള്ള ഭിത്തികൾ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഇരുമ്പ് പാളികളൊക്കെ ഘടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് മുന്നോട്ട് തള്ളി മറുകരയിലേക്ക് എത്തിക്കുന്ന പണിയാണ് സൈന്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം മുതൽ തന്നെ ഈ ചൂരൽമലയിലെ ഈ തീരത്ത് നിന്ന് അല്ലെങ്കിൽ ഈ പുഴയുടെ തീരത്ത് നിന്നാണ് ഇത് നിർമ്മിച്ച് മുന്നേക്ക് തള്ളി ഇപ്പോൾ മറുകരയോടെ ഏതാണ്ട് തൊട്ടില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ആ പാലത്തിന്റെ ഒരറ്റം നിൽക്കുന്നത്. മറ്റേ അറ്റം എന്ന് പറയുന്നത് ഏതാണ്ട് ആ നിർമ്മാണം അല്ലെങ്കിൽ ആ ഇരുമ്പ് പാളികൾ ഘടിപ്പിക്കുന്നത് അതിന്റെ അവസാന ഘട്ടത്തിലുമാണ്. സ്വാഭാവികമായും അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവിടെ ആ ഇരുവശങ്ങളിലുമുള്ള ഇരുമ്പ് പാളികൾ, അതിനുശേഷം ഈ പ്ലാറ്റ്ഫോം ഇടുന്നതിന് വേണ്ടി മധ്യഭാഗത്തായി ഓരോ ഇരുമ്പ് പാളികൾ വേറെ സ്ഥാപിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഫ്രെയിമിന്റെ അവസാന ഭാഗത്തെന്ന് പറയുമ്പോൾ ചൂരൽമലയിൽ നിന്ന് ആ പാലത്തിലേക്ക് കയറുമ്പോൾ അത് ആദ്യ ഭാഗമായിട്ട് വരും. അവിടെയാണ് ഇപ്പോൾ ആ അവസാനഘട്ട ആ പ്രാരംഭഘട്ട നിർമ്മാണത്തിൽ അവസാനഘട്ട പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ഈ പാലം മദ്രാസ് റെജിമെന്റിൽ നിന്നുള്ള സൈനികർ അവർ മുന്നിലേക്ക് തള്ളും. ഇപ്പോൾ ഏതാണ്ട് അതിന്റെ ഒരറ്റം ആ പുഴയുടെ മറുകരയിൽ തൊട്ടില്ല എന്നുള്ള അവസ്ഥയിലാണ്. ഇനി ഇവിടുന്ന് ഒന്ന് തള്ളി വിട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ പാലത്തിന്റെ ഫ്രെയിം റെഡിയായി ആ പാലം മറുകരയിലേക്ക് തൊടുന്ന സാഹചര്യം ഉണ്ടാകും. അതിനുശേഷം അവർ പ്ലാറ്റ്ഫോം കൂടി അതിൽ ഫിക്സ് ചെയ്ത് പോകുന്നൊരു നടപടിയിലേക്ക് കടക്കുകയും ചെയ്യും. മഴ ഇതുവരെയും മാറി നിൽക്കുകയാണ്. ഒപ്പം പുഴയിൽ ജലനിരപ്പ് വലിയ രീതിയിലില്ല. അവിടെയും കുത്തൊഴുക്ക് കാണാനില്ല. കാലാവസ്ഥ എന്തുകൊണ്ടും അനുകൂലമാണ്. പക്ഷെ ചെറിയ ചാറ്റൽ മഴ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. 2-3 മണിക്കൂറായി മഴ പൂർണ്ണമായും വിട്ടു നിൽക്കുകയായിരുന്നു. പക്ഷേ ഒരു 10-15 മിനിറ്റായി ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഇന്നലെയും സമാനമായിരുന്നു സാഹചര്യം. ഈ പുലർച്ചെ സമയത്തൊക്കെ ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നു. രാവിലെ മഴ ചെറുതായിട്ട് കനക്കുന്നു. പിന്നീട് ഉച്ചയോടുകൂടി അതിശക്തമായ മഴ പെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് ഏറെ പ്രധാനമാണ്. പക്ഷേ ഏതായാലും ഈ ബെയിലി പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥ ഒരു പ്രതിസന്ധിയും ഈ ഘട്ടത്തിൽ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്, ഏറെ സന്തോഷകരമാണ്. കാരണം ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച സമയത്ത് നദിയിലെ പുഴയിലെ ജലനിരപ്പ് ഉയരുകയും കുത്തൊഴുക്കുണ്ടാവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കനത്ത മഴ പെയ്യുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പാലം നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ട നടപടികൾ കുറച്ച് മന്ദഗതിയിലാണ് മുന്നോട്ട് പോയത്. എന്നാൽ പ്രവർത്തനം അവസാനിച്ച് റെസ്ക്യൂ ടീമംഗങ്ങളൊക്കെ ഇവിടം വിട്ടുപോവുകയും കാലാവസ്ഥ തെളിയുകയും ചെയ്തതോടുകൂടി വളരെ ദ്രുതഗതിയിലാണ് ഈ പാലം നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ പ്രാരംഭഘട്ട നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഈ സൈനികർ, മദ്രാസ് റെജിമെന്റിലെ സൈനികരാണ് ഈ പാലം നിർമ്മിക്കുന്നത്. അവർക്ക് കൃത്യമായ പരിശീലനം ലഭിച്ചിട്ടുള്ളവരാണ്. അതിൽ അനുഭവ സമ്പത്തുള്ള ആളുകളാണ്. വളരെ നിഷ്പ്രയാസമാണ് അവർ ഈ പാലം നിർമ്മിക്കുന്നത് എന്നുള്ളത് ഏറെ കൗതുക കാഴ്ച കൂടിയാണ്. പ്രത്യേകിച്ച് ഈ വലിയ ഇരുമ്പ് പാളികൾ, അത് 10 പേരൊക്കെ ചേർന്നാണ് ഒരു ഇരുമ്പ് പാളി കൊണ്ടുവരുന്നത്. അങ്ങനെ 10 പേരൊക്കെ ചേർന്ന് കൊണ്ടുവരുമ്പോഴും ഓരോരുത്തരുടെയും ശരീരഭാഷ, അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എത്രത്തോളമാണ് ആ ഇരുമ്പ് പാളിയുടെ ഭാരം എന്നുള്ളത് അവരുടെ ശരീരഭാഷയിൽ പ്രകടമാണ്. എന്ന് മാത്രമല്ല, ഒരു സുഗമമായ പാതയിലൂടെയല്ല ഈ വെയിറ്റും തൂക്കി അവർ വരുന്നത് എന്നുള്ളതാണ്, വാഹനത്തിൽ നിന്നിറക്കി കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ചെളി നിറഞ്ഞ കാല് വെച്ചാൽ താഴേക്ക് പൂണ്ടുപോകുന്ന അത്രയും വലിയ ചെളിക്കുണ്ടിൽ നിന്നുകൊണ്ടാണ് ഇത്തരമൊരു അഭ്യാസം അവർ നടത്തുന്നത് എന്ന് തന്നെ പറയണം. ഈ 10 പേരൊക്കെ ചേർന്ന് ഈ ഇരുമ്പ് പാളി തൂക്കിയെടുത്ത് വരുമ്പോൾ ഒരാളുടെ കാല് ഒരു ഭാഗത്ത് മണ്ണിലേക്ക് ആണ്ടുപോകുന്നു, മറ്റൊരാളുടെ കാല് മറ്റൊരു ഭാഗത്തേക്ക് ആണ്ടുപോകുന്നു. സ്വാഭാവികമായും അങ്ങനെ കൊണ്ടുവരുന്നവരുടെ ബാലൻസ് തെറ്റിയിട്ട് ആ മണ്ണിൽ നിന്ന് ആടിയുലയുന്ന കാഴ്ച, അങ്ങനെ അതിനോട് പടവെട്ടിയാണ് ഈ ഇരുമ്പ് പാളികളൊക്കെ വാഹനത്തിൽ നിന്നിറക്കിയും ഇവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് ഇപ്പോൾ ആ പാലത്തിന്റെ ഒരു ഫ്രെയിമിന് ഏകദേശ രൂപം നൽകിയിരിക്കുന്നത്. 2 ലോറികൾ ഈ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ആ ലോറികളിൽ നിന്ന് അതിനുവേണ്ട സാധന സാമഗ്രികളൊക്കെ തന്നെ സൈനികർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 2 പാളികൾ കൂടിയാണ് നമുക്ക് മുന്നിലുള്ള ലോറിയിൽ നമുക്ക് കാണാനാകുന്നത്. 2 ഇരുമ്പ് പാളികൾ കൂടിയാണ്. ആ ഇരുമ്പ് പാളികൾ കൂടി പുറത്തേക്ക് ഇപ്പോൾ തള്ളിയിറക്കുകയാണ്. ആ ലോറിയിൽ നിൽക്കുന്ന സൈനികർ അത് പുറത്തേക്ക് തള്ളിയിറക്കുന്നു. പുറത്ത് നിൽക്കുന്ന സൈനികർ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അവിടെ മറ്റു ചില തടസ്സങ്ങൾ കൂടിയുണ്ട്. എന്നാലും ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തും. ആ ഇരുമ്പ് പാളികൾ
കൊണ്ടുവന്നാണ് ഇവിടെ ഫിക്സ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല ഇത് പുഴയ്ക്ക് കുറുകെയാണ് ഈ പാലം സ്ഥാപിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പുഴയോട് ചേർന്ന പുഴയ്ക്ക് നടുവിലായി ഇതിനൊരു അടിത്തറ കൂടി ഒരുക്കേണ്ടതുണ്ട്. ഇതിനൊരു ബേസ്മെന്റ് എന്ന രീതിയിൽ ഒരു ബലം കൂടി പകരേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും നേരത്തെ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന പുഴയോട് ചേർന്നുള്ള ചില സംവിധാനങ്ങളും ഒരുക്കങ്ങളും കൂടിയാണ് ഇതിന്റെ അവസാന ഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം ആ നിർമ്മാണ പ്രവർത്തനങ്ങളും ആ സംവിധാനങ്ങളും ആ പ്രവർത്തനങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ പാലം വീണ്ടും മുന്നിലേക്ക് തള്ളി നീക്കും. സ്വാഭാവികമായും അങ്ങനെ മുന്നിലേക്ക് പോകുമ്പോഴത്തേനും ഈ പാലം മറുകര തൊടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് ഏറെ പ്രധാനം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നാളത്തെ രക്ഷാപ്രവർത്തനങ്ങൾ അത് കുറച്ചുകൂടി സുഗമമാകുമെന്നുള്ളതാണ്. ഈ പാലം അത് വെറുമൊരു ഇരുമ്പ് പാലമല്ല, അത് പ്രതീക്ഷയിലേക്കുള്ള പാലമാണ്. അത് രക്ഷാപ്രവർത്തകരുടെ ആത്മവിശ്വാസത്തിന്റെ പാലം കൂടിയാണ് ഇപ്പോൾ സൈനികർ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇന്നലെ മിനിഞ്ഞാന്ന ദുരന്തബാധിത മേഖലയിലേക്ക് ആർക്കും പ്രവേശിക്കാനേ സാധിച്ചിരുന്നില്ല രക്ഷാപ്രവർത്തകർക്ക്. ഇന്നലെയാണ് ആ അർത്ഥത്തിൽ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താനും മണ്ണിൽ കുടുങ്ങിക്കിടന്ന കൂടുതൽ മൃതദേഹങ്ങളൊക്കെ പുറത്തേക്ക് എത്തിക്കാനും സാധിച്ചത്.